ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് അനദർ പോം ടൈറ്റിൽ ദ ലുക്കിംഗ് ഗ്ലാസ്, റിട്ടൺ ബൈ കമല സുരയ്യ. കമല സുരയ്യ അവരുടെ പെൻ നെയിമായിട്ട് വരുന്നത് മാധവിക്കുട്ടി. അവർ മലയാളത്തിൽ എഴുതുന്ന സമയത്ത് മാധവിക്കുട്ടി എന്നും ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് കമലാദാസ് എന്നുമാണ് കൊടുക്കാറുള്ളത്. 1934 മാർച്ച് 31 അവർ ജനിക്കുന്നത്. ഇന്ത്യൻ പോയിറ്റാണ്, മലയാളി പോയിറ്റാണ്, കേരളത്തിലാണ് ജനിക്കുന്നത്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഒരുപാട് അവാർഡൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്, ലൈക്ക് സാഹിത്യ അക്കാദമി അവാർഡ്, ആസാൻ വേൾഡ് പ്രൈസ്, ഏഷ്യൻ പോയട്രി. ഓക്കെ, ഒരു കൺഫെഷണൽ പോയിറ്റാണ്, അതുപോലെ തന്നെ ബൈലിംഗ്വൽ റൈറ്ററാണ്. ഇംഗ്ലീഷിലും എഴുതാറുണ്ട്, മലയാളത്തിലും എഴുതാറുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയം നോക്കാം, ദ ലുക്കിംഗ് ഗ്ലാസ്. ലെറ്റ്സ് ഫസ്റ്റ് കൺസിഡർ ദ ടൈറ്റിൽ ദ ലുക്കിംഗ് ഗ്ലാസ്. ലുക്കിംഗ് ഗ്ലാസ് ഇവിടെ റെഫർ ചെയ്യുന്നത് മിററാണ്, കണ്ണാടിയാണ്. നമുക്കറിയാം കണ്ണാടിയുടെ മുമ്പിൽ എന്താണോ ഉള്ളത് അത് അതുപോലെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ആഡ് ആക്കാൻ ശ്രമിക്കുമോ? ഇല്ല. സോ എ ലുക്കിംഗ് ഗ്ലാസ് റെഫേഴ്സ് ടു എ മിറർ, എ പ്ലേസ് വെർ വൺ റിഫ്ലെക്ട്സ് ആൻഡ് കോൺഫ്രണ്ട്സ് ദ ട്രൂ സെൽഫ്. പക്ഷേ ഈ ഒരു പോയമിൽ ഇത് സിംപ്ലൈസ് ചെയ്യുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു കൺഫെഷണൽ പോയമാണ്. ഇതിൽ കാണിക്കുന്നത് പാട്രിയാർക്കൽ നോംസിനെതിരെയുള്ളൊരു റെബല്ലിയൻ്റെ ഒരു എക്സ്പ്ലോറേഷനാണ്. സോ ദിസ് പോം ഈസ് എ എക്സ്പ്ലോറേഷൻ ഓഫ് റെബല്ലിയൻ എഗെയിൻസ്റ്റ് പാട്രിയാർക്കൽ നോംസ്. അതായത് അത് മാത്രമല്ല, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ സ്ത്രീകൾ മെയിൽ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാം അവർക്ക് കൊടുത്തു. പക്ഷേ ഒരു കൈൻഡ് ഓഫ് അവരുടെ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി അവർ സെർച്ച് ചെയ്യുകയാണ്. തനിക്ക് ഈ ഒരു സൊസൈറ്റിയിൽ എവിടെയാണ് തൻ്റെ സ്ഥാനം എന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പോയമാണ് ഇത്. ഇതിലെ തീംസ് എന്ന് പറയുന്നത് മാസ്കുലിനിറ്റി വേഴ്സസ് ഫെമിനിനിറ്റി. അതായത് ഒരു ചെറിയൊരു കൈൻഡ് ഓഫ് ധാരണയുണ്ട്. അതായത് എപ്പോഴും മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഫെമിനിനിറ്റിയേക്കാൾ സുപ്പീരിയർ ആണ്. സോ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു സ്ത്രീ അവരുടെ എല്ലാം ഒരു പുരുഷനെ കൊടുത്താലും ആ ഒരു മെയിൽ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി എന്തൊക്കെ ശ്രമിച്ചാലും സ്ത്രീക്ക് അവിടെ ഐഡൻറ്റിറ്റി ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്ന തീമാണ് ദ കംപ്ലീറ്റ്നെസ് ആൻഡ് ദ ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് വിമൻ. ഒരു പക്ഷേ സ്ത്രീക്ക് തൻ്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ തന്നെ നോക്കാൻ ഒരു ആൺതുണ ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഇൻകംപ്ലീറ്റ്നെസ്. ഓക്കെ, അത് മാത്രമല്ല ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഹ്യൂമിലിയേഷൻ, ഒരു കൈൻഡ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സപ്രഷൻ ഒക്കെ നേരിടേണ്ടി വരുന്നവരാണ് സ്ത്രീകൾ. ഇങ്ങനെയുള്ള തീംസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോയമിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കമലാദാസ് ഫ്രീക്വൻ്റ്ലി അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദ ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലവ് ഇൻ ഹെർ വർക്ക്. ഓക്കെ, ഈ ഒരു പോയമിൽ ഒരു ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് വിമനെയാണ് അഡ്രസ് ചെയ്യിക്കുന്നത്. ആൻഡ് ദിസ് പോം ഇസ് നോ എക്സ്പെക്ഷൻ ബട്ട് ത്രൂ ഔട്ട് ഷീ മെയിൻറ്റെയിൻസ് എ ഡിസ്റ്റിങ്ക്ട്ലി സർക്കാസ്റ്റിക് ടോൺ. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു കൈൻഡ് ഓഫ് സർക്കാസ്റ്റിക് ടോൺ ആണ്. ഓക്കെ, സോ നമുക്കിനി ഇതിൻ്റെ ലൈൻസ് വെച്ചിട്ട് എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഒരു വട്ടം കൂടി പറയാനുള്ളത്, ദ വുമൻ ഇൻ ദ പോം എന്ന് പറയുന്നത് എവരി വുമൻ ആണ്. അതുപോലെ ഇതിൽ പ്രതിപാദിക്കുന്ന മാൻ എന്ന് പറയുന്നത് ആ മാൻ മാത്രമല്ല, എവരി മാൻ ആണ്. ഓക്കെ, സോ ഗെറ്റിംഗ് എ മാൻ ടു ലവ് യു ഈസ് ഈസി, ഓൺലി ബി ഓണസ്റ്റ് അബൌട്ട് യുവർ വാണ്ട്സ് ആസ് വുമൻ. Stand nude before the glass with him so that he sees himself the stronger one and believes it so, and you so much more softer, younger and lovelier. ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ഇമാജറിയാണ്. ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് അൺഈക്വൽ പവർ ഇൻ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. സ്ത്രീക്കും പുരുഷനും ഉള്ള ഒരു അൺഈക്വൽ പവറാണ് കാണിക്കുന്നത്. ഇവിടെ സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗ ടു വിൻ എ മാൻസ് ലവ് ബൈ ബീങ് ഓണസ്റ്റ് അബൌട്ട് യുവർ വാണ്ട്സ് ആസ് എ വുമൺ. അതായത് നമ്മുടെ സ്പീക്കർ ഇവിടെ സ്ത്രീകൾക്ക് അഡ്വൈസ് കൊടുക്കണം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് ലവ് കിട്ടും എന്നുള്ളത്. സോ പറയുന്നത് ഓണസ്റ്റ് അബൌട്ട് യുവർ വാണ്ട്സ് ആസ് എ വുമൺ എന്നാണ്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഓണസ്റ്റി ഈസ് നോട്ട് അബൌട്ട് എക്സ്പ്രസിങ് ഇൻഡിവിജ്വലി ബട്ട് അബൌട്ട് ഫിറ്റിംഗ് ഇൻ ടു ട്രഡീഷണൽ ഐഡിയാസ് ദാറ്റ് പ്ലീസ് മെൻ. സർക്കാസമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരിക്കലും സ്ത്രീയുടെ ആവശ്യങ്ങൾ പുരുഷന്മാരോട് പറയാം എന്നുള്ളതല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. പക്ഷേ എന്താണ് അവർക്ക് വേണ്ടത്, ഒരു ട്രഡീഷണൽ ഐഡിയ ഉണ്ടല്ലോ, മെന്നിനെ എങ്ങനെ നമുക്ക് പ്ലീസ് ചെയ്യിക്കാം, മെന്നിനെ നമുക്ക് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു സംഭവം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഹോണസ്റ്റായിട്ട് നിൽക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദ ആക്ട് ഓഫ് സ്റ്റാൻഡിങ് നേക്കഡ് ബിഫോർ എ മിറർ സിംപ്ലൈസ് ചെയ്യുന്നത് ഒരു വിമൻ്റെ ഒരു വൾനറബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിഫിക്കേഷൻ ആണ്.
ഓക്കെ. സോ ദ മാൻ ഹീ സീസ് ഹിംസെൽഫ് എങ്ങനെ കാണും? ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ട് കാണും. അതുപോലെ തന്നെ വിശ്വസിക്കുന്നുണ്ട്, ആണുങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? ഞങ്ങൾ സ്ത്രീകളെക്കാൾ എന്തുകൊണ്ടും സ്ട്രോങ്ങർ ആണ് എന്ന് വിശ്വസിക്കും. സോ ഇവിടെ വിമനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? സോഫ്റ്റ് ആയിട്ട്, യങ്ങർ ആയിട്ട്, ലവ്ലിയർ ആയിട്ട്. സോ ഈ ഒരു വേർഡ്സ് എംഫസൈസ് ചെയ്യിക്കുന്നത് അവരുടെ ഒരു ഫ്രാഗിലിറ്റി ആൻഡ് സബ്മിഷൻ ആണ്, ഷോവിങ് ഹൗ സൊസൈറ്റി ഓഫൺ വ്യൂസ് വിമൻ ആസ് വീക്കർ ആൻഡ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ മെൻ. ഇതാണ് ഇവിടെ പറയുന്ന ഐഡിയ. ഓക്കെ. സോ ഇവിടെ പോയിന്റ് യൂസ് ചെയ്തിട്ടത് ഐറണിയാണ്, ടു പോയിന്റ് ഔട്ട് ദ അൺഫെയർനെസ് ഓഫ് ദിസ് സിറ്റുവേഷൻ. And by feeding the man's ego and conforming to his expectations, the woman unknowingly supports a system that keeps her in a lower position. അതായത് നമ്മൾ ചിലപ്പോൾ ചെറുപ്പം മുതലേ കേട്ട് പഠിക്കുന്നത് എന്തായിരിക്കാം? പുരുഷന്മാരിങ്ങനെയാണ്, സ്ത്രീകൾ എങ്ങനെയാകണം, അടുക്കളയിൽ ഒതുങ്ങിക്കൂടുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങിപ്പോവുക, ഒരു ട്രഡീഷണൽ വേ ഓഫ് ലൈഫിലെ. സോ ഇത് ഇവിടെ കാണിക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു മെൻ്റെ ഈഗോ ആണ്. മെന്നാണ് സുപ്പീരിയർ എന്നുള്ളൊരു ചിന്താഗതിയാണ്. സോ ഈ ഒരു എക്സ്പെക്റ്റേഷൻ സ്ത്രീകൾക്ക് അറിയിക്കൂടില്ല. അത് തങ്ങളെ ഈ ഒരു സിസ്റ്റം, ഈ ഒരു സൊസൈറ്റി തങ്ങളെ സ്വയം ലോവർ പൊസിഷനിലോട്ട് എത്തിക്കുകയാണ് എന്നതുകൂടി മനസ്സിലാക്കാതെ ഈ മെൻ്റെ ഈഗോയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ, അവരുടെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ എല്ലാം അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് വാങ്ങാണ്? സൊസൈറ്റിയിലെ ഒരു ലോവർ പൊസിഷൻ വാങ്ങിക്കാണ്. സോ ഇതാണ് ഇവിടെ ഒരു ഐറണിയായിട്ട് ഇവിടെയാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ്റെ ഒരു അൺഫെയർനെസ് ആണ് ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നത്. ദ പോയിം ക്രിട്ടിക്സ് ദിസ് ഡീപ്ലി ആയിട്ടുള്ളൊരു ഒരു വിമൻ്റെ വാല്യൂവിൻ്റെ ഒരു ലിമിറ്റാണ്. ഓക്കെ. വിമൻ്റെ ഒരേ ഒരു സംഭവം എന്താണ്? പുരുഷന്മാരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക. എങ്ങനെയാണ് പുരുഷന്മാരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കേണ്ടത്? ഇതാണ് സ്ത്രീകൾക്ക് അറിയേണ്ടത്. സ്ത്രീകൾക്ക് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. So throughout this contrast, Kamala Das encourages readers to think about the emotional struggles and social pressure women face. സ്ത്രീകൾ അനുഭവിക്കുന്ന സോഷ്യൽ പ്രഷറും ഇമോഷണൽ സ്ട്രഗിളും ഒക്കെ ഇവിടെ റീഡർക്ക് നമുക്ക് വായിച്ചു തരുന്നുണ്ട്. ഓക്കെ. ഇത് സിമ്പിളാണ്, നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഇതെല്ലാം മീനിങ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മീനിങ് വെച്ചിട്ട് പറഞ്ഞു പോകേണ്ട, എന്താ ജസ്റ്റ് ഒരു അനാലിസിസ് പറയുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ. Admit your admiration, notice the perfection of his limbs, his eyes reddening under the shower, the shy walk across the bathroom floor, dropping towels, and the jerky way he urinates, all the fun details that make him male and your only man. ഇതൊരു സെക്കൻഡ് സ്റ്റാൻസ് അല്ല. ഇവിടെ കാണിക്കുന്നത് എന്താ അറിയോ? സ്ത്രീയും പുരുഷന്മാരും പരസ്പരം ഡിപ്പെൻഡഡ് ആണ്. രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഐഡിയ ആണ്. പക്ഷേ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതായത് പുരുഷന്മാർക്ക് ആവശ്യം എന്ന് വെച്ചാൽ സ്ത്രീകൾ എപ്പോഴും അവരെങ്ങനെ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കണം, അവരുടെ പിന്നാലെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബൂസ്റ്റ് ഹിസ് ഈഗോ. പക്ഷേ സ്ത്രീയുടെ ആവശ്യം എന്താണെന്നറിയോ? സ്ത്രീകൾ കരുതുന്നത് തൻ്റെ ഹസ്ബൻഡിനെ സാറ്റിസ്ഫൈ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ടു ഫീൽ ഫുൾഫിൽഡ് ആൻഡ് അക്കംപ്ലിഷ്ഡ്. അപ്പോൾ ഇതാണ് സ്ത്രീക്ക് വേണ്ടത്. ഓക്കെ. So in the second stanza of The Looking Glass, Kamala Das shows how both the woman and the man depend on each other but in different ways. The man needs the woman's admiration to boost his ego, while the woman relies on his validation to feel fulfilled and accomplished. അതായത് അവന് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് ആ ഒരു വാലിഡേഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പോയമിൽ നമുക്ക് മനസ്സിലാകുന്നേ ഇല്ല സ്ത്രീ ഇവിടെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്. The poem doesn't clearly say that the woman is truly satisfied or not. പകരം ഇത് ഫോക്കസ് ചെയ്യുന്നത്, അതായത് പുരുഷന്മാർ എപ്പോഴും അവർക്ക് എന്ത് ഫീൽ ചെയ്യണം? അഡ്മയർഡ് ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യണം. തൻ്റെ വൈഫ് തന്നെ ഇങ്ങനെ ആരാധിക്കുന്നുണ്ട്, തന്നെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഫീൽ അവർക്ക് എപ്പോഴും വേണം. ഇത് അവിടെയാണ് ഇതിന് ഫോക്കസ് ചെയ്യുന്നത്. Even though the man may seem strong or confident, he has a vulnerable side that requires constant attention and praise. നമുക്കറിയാം പുരുഷന്മാർ സ്ട്രോങ് ആണ്, ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, സുപ്പീരിയർ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് അറ്റൻഷനും ഒരു പ്രൈസും വേണം. ഓക്കെ. ഇതാണ് ആ ഒരു വൾനറബിൾ സൈഡ്. കമല ദാസ് ഹിൻഡ് കൊടുക്കുന്നുണ്ട് ദാറ്റ് മെയിൽ ഈഗോ എന്ന് പറയുന്നത് ഓൾവേസ് സീക്കിംഗ് വാലിഡേഷൻ, നോ മാറ്റർ ഹൗ സ്മോൾ ദ ജസ്റ്റർ. എപ്പോഴും അവർക്ക് എന്ത് വേണം? ഒരു വാലിഡേഷൻ ഇങ്ങനെ വേണം. താൻ വലുതാണ്, താൻ സുപ്പീരിയർ ആണ് എന്നുള്ളത് ഇങ്ങനെ അതായത് നീ ഒരു പെണ്ണാണ്, നീ ഒരു സ്ത്രീയാണ് എന്നുള്ളൊരു സംഭവം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ സ്ത്രീകളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് തനിക്കൊരു സുപ്പീരിയർ ആ ഒരു സംഭവം, ആ ഒരു പ്രൗഢി തനിക്ക് വേണം എന്നുള്ളതാണ്.
സോ ത്രൂ ദീസ് ലൈൻസ് ഈ പോയിന്റ് ഇവിടെ ക്രിട്ടിക്ക് ചെയ്യുന്നത് ദ ടിപ്പിക്കൽ മൈൻഡ് സെറ്റ് ഓഫ് മെൻ ഹു കൺസ്റ്റൻ്റ്ലി നീഡ് അഡ്മിറേഷൻ ആൻഡ് ഷി ഓൾസോ പോയിൻറ്റ്സ് ഔട്ട് ഹൗ സൊസൈറ്റി ട്രൈൻസ് മെൻ ടു സീക്ക് അറ്റൻഷൻ while expecting women to meet those emotional needs without questioning their own happiness. പലപ്പോഴും സ്ത്രീകളോട് പല കാര്യങ്ങളും ചോദിക്കാറില്ല, പറയാറില്ല, സംസാരിക്കാറില്ല. സ്ത്രീകൾക്ക് ഇപ്പോഴും വേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു ഇമോഷണൽ നീഡാണ്. പക്ഷേ അവരുടെ ഹാപ്പിനെസ് ചിലപ്പോൾ അതായിരിക്കും, പക്ഷേ ഇതൊന്നും അവരോട് ചോദിക്കൊന്നും കൂടിയില്ല. പുരുഷന്മാർക്ക് വേണ്ടത് ആ ഒരു അറ്റൻഷൻ, ആ ഒരു അഡ്മിറേഷൻ, അത് മാത്രം അവർക്ക് മതി. അവർക്കത് കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. ഈ പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പിലെ ജെൻഡർ റോൾസിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡാണ്, ഷോവിങ് ഹൗ ബോത്ത് പാർട്ണേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഫോർ വാലിഡേഷൻ ബട്ട് സ്റ്റിൽ ഫീൽ ഇൻകംപ്ലീറ്റ്. ഈ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ആർക്കാണ്? പലപ്പോഴും ആർക്കാണ്? സ്ത്രീകൾക്കാണ്. സോ അതാണ് ഈ ഒരു സ്റ്റാൻസയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് ലൈൻസ് നോക്കാം. ഗിഫ്റ്റ് ഹിം ഓൾ, ഗിഫ്റ്റ് ഹിം വാട്ട് മേക്സ് യു വുമൻ, ദ സെൻഡ് ഓഫ് ലോങ് ഹെയർ, ദ മസ്ക് ഓഫ് സ്വെറ്റ് ബിറ്റ്വീൻ ദ ബ്രസ്റ്റ്, ദ വാം ഷോക്ക് ഓഫ് മെനസ്ട്രൽ ബ്ലഡ് ആൻഡ് ഓൾ യുവർ എൻലെസ് ഫീമെയിൽ ഹങ്കേഴ്സ്. ഈ ഒരു ലൈൻസിൽ കാണിക്കുന്നത് എന്താ പറയുക, ലൈക്ക് അതായത് ഐഡിയ ഓഫ് വുമൻ സറണ്ടറിങ് ഹെർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സെൽഫ് ടു ദ മാൻ. ഒരു വിവാഹം കഴിയുന്നതോടുകൂടി ആ ഒരു സ്ത്രീ ഒരു സെൽഫ് ഇല്ല, തനിക്കൊരു സെൽഫില്ല, പക്ഷെ തൻ്റെ സെൽഫിനെ തന്നെ തൻ്റെ മാൻ, തൻ്റെ പുരുഷനിലോട്ടുള്ളൊരു സറണ്ടറിങ് ആണ്. അവളുടെ ഫിസിക്കൽ ആയിക്കോട്ടെ, അവളുടെ ഇമോഷണൽ ആയിക്കോട്ടെ. ഷീ സജസ്റ്റ് ദാറ്റ് ഇൻ ഓർഡർ ടു വിൻ ഹിസ് ലവ്, ഒരു പുരുഷൻ്റെ തൻ്റെ ഹസ്ബൻഡിൻ്റെ സ്നേഹം തനിക്ക് ലഭിക്കണം, ആ ഒരു വിജയം തനിക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വുമൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ വുമൻ മസ്റ്റ് ഓഫർ ഓൾ ദാറ്റ് ഡിഫെൻസ് എർ വുമൻഹുഡ്. തൻ്റെ സ്ത്രീത്വത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അത് അവനക്ക് ഓഫർ ചെയ്യണം, അവനക്ക് കൊടുക്കണം, ഇൻക്ലൂഡിങ് ഈവൻ ദ ബയോളജിക്കൽ ആസ്പെക്ട്സ് സച്ച് ആസ് മെൻസ്ട്രേഷൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മെൻസ്ട്രേഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് വിമൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത്, എന്തിനുള്ള, അതായത് തനിക്ക് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ളൊരു കഴിവ്, ആ ഒരു എബിലിറ്റി ഉണ്ടല്ലോ, ദ എബിലിറ്റി ടു ബിയർ ചിൽഡ്രൻ, ഇതുവരെ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ഇൻഹറൻറ്റ് പവർ വിൽ ദ വുമൻ സ്റ്റിൽ എക്സ്പെക്റ്റഡ് ടു സബ്മിറ്റ് ഹെർ സെൽഫ് ടു ദ മാൻ. ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ അവർക്കുണ്ടെങ്കിൽ പോലും എപ്പോഴും പലപ്പോഴും സ്ത്രീകൾ തൻ്റെ മാനിന് അവളെ തന്നെ സബ്മിറ്റ് ചെയ്യണം. അത് അവരെപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇതൊരു ഷോർട്ട് സ്റ്റാൻസ് ആണല്ലേ. ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു സെൻഷ്വൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഫീമെയിൽ ബോഡിയാണ്, ദാറ്റ് അറോസ് മെയിൽ ഡിസയർ. ഓക്കെ, ലൈക്ക് ഇൻ ദ സ്റ്റാൻസ ദ റോൾ സീംസ് ടു റിവേഴ്സ് as the woman no longer appears to be the one dependent on the man. പക്ഷേ ഇൻസ്റ്റെഡ് ആ മാൻ എന്ത് വേണം? അവൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, അവനെ എപ്പോഴും അവൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ പോയിന്റ് യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഉണ്ടല്ലോ ഗിഫ്റ്റ്, ഇവിടെ ഇംപ്ലൈ ചെയ്യുന്നത് ആ ഒരു വുമൻ്റെ വില്ലിംഗ്ലി ഓഫർ ദിസ് ആസ്പെക്ട് ഓഫ് സെൽഫ് ടു ദ മാൻ. അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ തന്നെ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ, ഇതാണ് അവിടെ ഗിഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It suggests that this intimate gift are not something taken from her by force or manipulation, but are willingly given, showing her active role in the relationship. ഈ റിലേഷൻഷിപ്പിൽ അവളുടെ ഒരു ആക്റ്റീവ് റോള് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരിക്കലും അവളെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ചെയ്തിട്ടോ ഒന്നുമല്ല, പക്ഷെ അവൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുക. ഓക്കെ, സോ ഒരു ആക്റ്റീവ് റോളാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. സോ ദ റിവേഴ്സൽ ഓഫ് റോൾസ് ഓൾസോ ഹിൻസ് അറ്റ് ദ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ എക്സ്ചേഞ്ച് ദാറ്റ് ഷേപ്പ് ദ ഡൈനാമിക്സ് ഓഫ് ലവ് ആൻഡ് ഡിസയർ ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ കൺക്ലൂഡിങ് ലൈൻസിലോട്ട് എത്തിയിരിക്കുകയാണ്. യെസ്, ഗെറ്റിംഗ് എ മാൻ ടു ലവ് ഈസ് ഈസി, ബട്ട് ലിവിങ് വിത്തൗട്ട് ഹിം ആഫ്റ്റർവേർഡ്സ് മേ ഹാവ് ടു ബി ഫേസ്ഡ്. അതായത് ഒരു പുരുഷന് നമുക്ക് സ്നേഹം കിട്ടുക അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ ഈസി ആണെങ്കിലും അവരില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് ഡിഫിക്കൽട്ടാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നാൾ അവരില്ലാതെ ആകുമ്പോൾ ഉള്ളൊരു അവസ്ഥ. A living without life when you move around, meeting strangers, with your eyes that give up their search, with ears that hear only his last voice calling out your name, and your body which once under his touch had gleamed like burnished brass, now drab and destitute. So in the final stanza there is a noticeable shift. Up until this point, the poet has emphasized how easy it is for a woman to love a man. Okay, ഭയങ്കര ഈസിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും റിയാലിറ്റി സെറ്റ്സ് ഇൻ ആസ് ദ നെറേറ്റർ ബിഗിൻസ് ടു കൺഫ്രണ്ട് ദ പോസിബിലിറ്റി ഓഫ് ലിവിങ് വിത്തൗട്ട് ഹിം. അതായത് ഇവിടെ കാണിച്ചു തരുന്നത് ഒരു ആൺതുണ ഇല്ല എങ്കിലും സ്ത്രീക്ക് ജീവിക്കാം എന്നുള്ളതാണ്. ഓക്കെ,
അതിനൊരു പോസിബിലിറ്റിയെ കുറിച്ചിട്ട് കൂടി പറയുന്നുണ്ട്. ദ ആബ്സെൻസ് ഓഫ് ദ മെയിൽ പ്രസൻസ് ബിക്കംസ് എ ഹോണ്ടിങ് ക്വസ്റ്റ്യൻ. ഇവിടെ നേരിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഹൗ ലിവിങ് വിത്തൗട്ട് ഹെർ പാർട്ണർ ഫീൽസ് ലൈക്ക് ലിവിങ് വിത്തൗട്ട് ലൈഫ് ഇറ്റ് സെൽഫ്. അതായത് പലപ്പോഴും സ്ത്രീകൾക്ക് തോന്നുന്നത് തൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷം അല്ലെങ്കിൽ ഹസ്ബൻഡ് തനിക്ക് ഒരു ആൺതുണ ഇല്ലെങ്കിൽ എന്താണ് അതായത് ഒരു സ്ത്രീയുടെ എല്ലാ സെൽഫും ഫിസിക്കലായിട്ടുള്ള ഇമോഷണലായിട്ട് എല്ലാതും അവളുടെ പുരുഷന് ഗിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഗിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ ഗിഫ്റ്റ് ചെയ്യാനില്ല എന്നാണെങ്കിൽ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നം നമുക്ക് കാണും. അവരുടെ ലൈഫ് തന്നെ ഒരു ലൈഫ് ഇല്ലാത്ത പോലെ അവർ ജീവിക്കുന്നത് പോലെയാകും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ എവറിത്തിങ് ചേഞ്ചസ് ഇൻ ദിസ് ലാസ്റ്റ് ലൈൻസ്. So the eyes no longer search for his presence. The ears only hear the memory of the last time he called her name. The body which once gleamed under his touch is now transformed. Without him, it feels as if it has lost its glow forever. The woman's body, once full of life, now feels dull and empty, as if it has become destitute in this absence. This stark contrast illustrates the deep emotional void left when the man is no longer there. ഓക്കെ, ദെൻ ഫൈനലി നമുക്കിതിൽ തീംസ് നോക്കാം. ലവ് ആൻഡ് ഡിസയർ. ലവ് എന്ന് പറയുന്നത് ഈ പോയമിലെ ഒരു സെൻട്രൽ തീമാണ്. ഇത് ഡെൽവ് ചെയ്യുന്നത് ഡിസയർ ടു ബി ലവ്ഡ് ആൻഡ് ദ ലെങ്ത് പീപ്പിൾ മേ ഗോ ടു അറ്റാക്ക് സംവൺസ് അഫെക്ഷൻ. ഈ പോയമിലെ മെസ്സേജ് എന്ന് പറയുന്നത് ലവ് എന്ന് പറയുന്നത് അറ്റൈനബിൾ ബൈ ബീങ് ഒതൻറ്റിക് ആണ്, ബൈ ഓപ്പൺലി എക്സ്പ്രസിങ് വൺസ് ഡിസയർ and by admiring and celebrating the object of affection. Okay, so gender and power dynamics വരുന്നുണ്ട്, അതെൻസിറ്റി ആൻഡ് വൾണറബിലിറ്റി വരുന്നുണ്ട്, ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് അക്സെപ്റ്റൻസ് വരുന്നുണ്ട്, ഇമോഷണൽ ആഫ്റ്റർമാത്ത് ഓഫ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, ഫിസിക്കാലിറ്റി ആൻഡ് സെൻഷ്വാലിറ്റി വരുന്നുണ്ട്, സെൽഫ് ഇമേജ് ആൻഡ് ഇൻസെക്യൂരിറ്റി വരുന്നുണ്ട്, ഓണസ്റ്റി ആൻഡ് ട്രൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൽ തീംസ് ആണ്. സോ നമുക്ക് തീംസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ്, ഡീറ്റെയിൽ നോട്ട് നമ്മുടെ ഡ്രൈവിൽ ഉണ്ടാകും കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.